ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ് ആവുന്നത് പ്രൊഡക്റ്റ് ബെസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, നല്ലൊരു ടീം, നല്ല ആൾക്കാരൊക്കെ അതിലുണ്ടായതുകൊണ്ട് കൂടിയാണ്. എന്നാൽ ഇങ്ങനെ പോകുന്ന ഒരു കമ്പനിയിൽ ഒരാൾ പെട്ടെന്ന് റിസൈൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഒരു ലീഡർ ചിലപ്പം ഫസ്റ്റ് തോട്ടിൽ ചിന്തിക്കുക എന്താ, വൈനാവും അല്ലെ, പാനിക് ആവും, ആങ്കർ ആവും, ഡിസപ്പോയിന്റഡ് ആവും, അങ്ങനെ കുറെ എമോഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കും. ശരിക്കും ഒരു ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഡറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ എമോഷൻസിനെ മാനേജ് ചെയ്യുന്നില്ല. ഇതാരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സത്യാവസ്ഥ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. റെസിഗ്നേഷൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇവർക്കൊന്നും ഒരു ഗ്രാറ്റിറ്റ്യൂഡും കമ്മിറ്റ്മെന്റും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അല്ലേ. പക്ഷെ എംപ്ലോയീസ് ലീവ് ചെയ്യുന്നത് മാനേജേഴ്സിനെയാണ്, കമ്പനീനെ അല്ല. ഒരാൾ റിസൈൻ ചെയ്യുന്നത് ഒരു ബിട്രയൽ ഒന്നുമല്ല, അതൊരു ഫീഡ്ബാക്ക് ആണ് ആക്ച്വലി. അവിടെ ഒരു ലീഡർ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഞാൻ അതിൽ മിസ് ചെയ്തത്, എന്താണ് ഞാൻ കൊടുക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് ലീവ് ചെയ്യുന്നത്. അതിനൊരു ക്ലിയർ പോയിന്റ് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ ഒരു ഡിപ്പാർച്ചർ പോയിന്റ് ആണ് നമ്മുടെ ഡാറ്റ കീ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് സോർട്ട് ചെയ്യാനും സോൾവ് ചെയ്യാനും വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ കമ്പനി കൾച്ചറിനെ ബെറ്റർ ആക്കാനും ഇംപ്രവൈസ് ചെയ്യാനും ഇനി ഇതുപോലെ ഒരു ടീം മെമ്പർ റിസൈൻ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഇല്ലാതാക്കാനും നമുക്ക് പറ്റുന്നില്ല. രണ്ടാമതായ ഒരു കാര്യം, ഒരു റെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യും, ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും. അത് നമ്മളുടെ ടീമിന്റെ മൊറാലിനെയും ടീമിന്റെ ആ ഒരു ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേനെയൊക്കെ ബാധിക്കുമോ? ഇതാണ് അടുത്തൊരു പ്രശ്നം. അടുത്തത് ആരാണ് പോകാൻ പോകുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും ടീമിന്റെ മുന്നിൽ ഫിയർ ആയിട്ടുണ്ടാവുക അല്ലെ. ലീഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. പീപ്പിൾ നീഡ് ടു ഹിയർ ഫ്രം യു, നോട്ട് ഫ്രം ദ റൂമേഴ്സ്. എന്താണ് എന്നുള്ളതിന്റെ ക്ലാരിറ്റി, റെസൊല്യൂഷൻ കൃത്യമായിട്ട് നമ്മുടെ ടീമിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ലീഡർ എന്ന നിലയിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. സേ ഇറ്റ് ഓപ്പൺലി. യെസ്, ഹി ഈസ് ലീവിങ്. അവർ പോവുകയാണ്, അവർ സൈൻ ചെയ്യുകയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നു, അവർ തുടങ്ങി വെച്ചതിനെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടീമിനും നമ്മളുടെ കമ്പനി കൾച്ചറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ആ കോൺഫിഡൻസ് ടോണ് നമ്മുടെ ടീമിൽ ഒരുപാട് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പല കമ്പനീസിലുള്ള അടുത്തൊരു പ്രശ്നമാണ്, എംപ്ലോയീസ് പെട്ടെന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രോസസ്സ് മൊത്തത്തിൽ സ്റ്റക്ക് ആവും. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷനിൽ അവിടുന്ന് അത് പിന്നീട് മൊത്തം പ്രോസസ്സിനെ സ്റ്റക്ക് ആവുന്നതിലോട്ട് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതിന് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഡേയിലല്ല സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. We need to start from that day one. ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആ ഒരു ടീം മെമ്പർ നമ്മളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത ദിവസം മുതൽ ഇന്ന് വരെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, ഡോക്യുമെന്റഡ് ആയിരിക്കണം. ബെസ്റ്റ് കമ്പനീസ് ഡോക്യുമെന്റ്സ് എവറിത്തിങ്. അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കമ്പനിയിലുള്ള പ്രോസസ്സ്, സിസ്റ്റം, അവരുടെ ഇൻപുട്ടുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസുകൾ, അവരുടെ അവരുടെ സ്കോപ്പ് ഓഫ് വർക്ക്സുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസിന്റെ റിസൾട്ട്സുകൾ, ഔട്ട്പുട്ട്സുകൾ എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കണം. ഒരു അനദർ ടീം മെമ്പർ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ഇത് എത്തിവെച്ചിട്ടുള്ളത് അവിടെ നിന്ന് നെക്സ്റ്റ് മുതൽ തുടങ്ങാൻ വേണ്ടി പറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സുകളെയും നമ്മുടെ സിസ്റ്റത്തിനെയും എല്ലാം അത് എഫക്ട് ചെയ്യും. ജോബ്സ് വിൽ ചേഞ്ച്, പീപ്പിൾ വിൽ മൂവ്, ബട്ട് കമ്പനീസ് കൾച്ചർ ആൻഡ് കമ്പനീസ് ലേണിംഗ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് വീഡിയോ, ഹൗ ടു സേ ഗുഡ് ബൈ ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ്. അതായത് ഇവരെ നല്ല രീതിക്ക് എങ്ങനെ നമ്മൾ പറഞ്ഞേക്കാം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ ഹയർ ചെയ്യുന്നതിനെക്കാട്ടിലും പാടാണ് ഫയർ ചെയ്യാന്ന് പറയാം. അതുപോലെ തന്നെ റെസിഗ്നേഷൻ ഇടുന്ന സമയത്ത് അവരെ നല്ല രീതിയിൽ പറഞ്ഞേക്കാൻ. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. ആ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അവരെ പറഞ്ഞേക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്രേറ്റ് ലീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ്സ് ആളുകൾ ലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത് പുതിയ റിലേഷൻഷിപ്പിന് തുടക്കമായിട്ടാണ്. നമ്മളിതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സേ താങ്ക് യു, അപ്രിഷിയേറ്റ് ദെയർ കോൺട്രിബ്യൂഷൻസ്. കാരണം മേ ബി അവർ തിരിച്ചു വന്നേക്കാം നമ്മളെ കമ്പനിയിലോട്ട്, അല്ലെങ്കിൽ അവരെക്കാൾ നന്നായിട്ടുള്ള ഒരാളെ നമ്മളുടെ കമ്പനിയിലോട്ട് പറഞ്ഞയച്ചേക്കാം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. സ്റ്റീവ് ജോബ്സ് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്രേറ്റ് തിങ്സ് ഇൻ ബിസിനസ് നെവർ ഡൺ ബൈ സിംഗിൾ പേഴ്സൺ എന്നുള്ളതാണ്. പീപ്പിൾ വിൽ കം, പീപ്പിൾ വിൽ ഗോ, ബട്ട് കമ്പനീസ് കൾച്ചർ വിൽ സ്റ്റേ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ബിസിനസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു ഒരാൾ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഒരുപാട് ആളുകൾ നിന്ന് ഒരു ടീമായിട്ട് നടക്കുന്ന ടീം വർക്ക് ആണെന്നുള്ളതാണ്. അതിൽ ആളുകൾ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും, പക്ഷെ കമ്പനിയുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ നിലനിൽക്കുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ നമ്മളുടെ ബിസിനസ്സിലും കമ്പനികളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഒരു റെസിഗ്നേഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ലോസ് അല്ല, അത് നമ്മളുടെ റിമൈൻഡറാണ്. അടുത്തൊരാൾ നമ്മളെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവരുത് എന്നുള്ളതാണ്. അതിനുള്ളൊരു കാരണം നമ്മളിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അത് ക്ലാരിറ്റി കിട്ടാനും അത് ക്ലിയർ ചെയ്യാനുമുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ടൈം someone resigns, don't react, just reflect. അവരെന്തുകൊണ്ട് ലീവ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമല്ല നമ്മൾ ചോദിക്കേണ്ടത്, അവരെന്തുകൊണ്ട് ഇത്രയും കാലം നമ്മളെ കമ്പനിയിൽ നിന്നു എന്ന് വേണം നമ്മൾ ചോദിക്കാൻ.
ബിക്കോസ് എല്ലാ ഗുഡ് ബൈസും നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആളുകളെ റീറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതിലല്ല, ആളുകളുടെ ആ ഒരു ജേർണീനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അതിനെ അഡ്മയർ ചെയ്യുക, അതിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതിലൊക്കെയാണ്. സോ നമ്മളുടെ ഓർഗനൈസേഷനിൽ, നമ്മളുടെ കമ്പനിയിൽ ഒരിക്കലും പീപ്പിൾ ഡ്രിവൺ അല്ല, സിസ്റ്റം ഡ്രിവൺ ആണെന്നല്ല. നമ്മളും മാറ്റപ്പെട്ടേക്കാം അല്ലേ? പണ്ട് ആപ്പിളിൽ നിന്ന് സ്റ്റീവ് ജോബ്സ് മാറ്റപ്പെട്ടു, തിരിച്ചു വിളിക്കേണ്ടി വന്നു അല്ലേ? അങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനിയിൽ ഒരു ടീം മെമ്പർ എന്ന് പറയുന്നത് ആൾ നമുക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ആൾ നമ്മളുടെ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള സമയത്തെ വളരെ ജെന്റ്ലി താങ്ക് യു പറഞ്ഞുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളവരെ പറഞ്ഞേക്കാം. എന്നാൽ അതെന്നും നമ്മളുടെ കമ്പനി കൾച്ചറിനും നമ്മളുടെ ടീമിന് കോൺഫിഡൻസ് കിട്ടാനും നമ്മളുടെ ടീമിന് നമ്മളെ കൂടെ നിൽക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും റിലേഷനും ഒക്കെ കീപ്പ് ചെയ്യാനും എപ്പോഴും നമുക്കൊരു വലിയ അസറ്റായിട്ട് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും.